ബംഗാളിനെ SIR-ന്റെ പേരിൽ തൊട്ടാൽ രാജ്യത്തെ വിറപ്പിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. BJP-യുടെ തന്ത്രം ബംഗാളിൽ നടപ്പിലാവില്ലെന്ന് മമത പറഞ്ഞു. ഉത്തർപ്രദേശിൽ BLO ആത്മഹത്യ ചെയ്തു. അധ്യാപകനായ ബിപിൻ യാദവാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. SIR ജോലി ഉണ്ടാക്കിയ സമ്മർദ്ദമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് പ്രചരണത്തിനിറങ്ങി. ശേഖരിപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടിയായിരുന്നു പ്രചരണം. ഡിസംബർ 11 വരെ പ്രചരണം തുടരുമെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് 30 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ക്വാലാലംപൂരിൽ നിന്ന് വന്ന യാത്രക്കാരി ജയയിൽ നിന്നാണ് നിയമപ്രകാരമല്ലാതെ കൊണ്ടുവന്ന സ്വർണം പിടിച്ചെടുത്തത്. ശബരിമലയിൽ പഴയ മെനു മാറ്റി കേരള ശൈലിയിൽ പായസം ഉൾപ്പെടെയുള്ള സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഭക്തരുടെ പണമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം. സന്നിധാനത്ത് വീണ്ടും തിരക്കേറി. മരക്കൂട്ടം വരെ ഭക്തരുടെ ക്യൂ ദൃശ്യമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. കേസിന്റെ വിചാരണ പൂർത്തിയായി. നടി ആക്രമിക്കപ്പെട്ടത് 2017 ഫെബ്രുവരിയിലായിരുന്നു. നടൻ ദിലീപ് 8ാം പ്രതിയാണ്. പന്തളം കടക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന 3 ഹോട്ടലുകൾ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു. ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് കക്കൂസിലായിരുന്നു. ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന്റെ മുകളിലും. സ്വർണ്ണക്കൊള്ളക്കേസിൽ N. വാസുവിന് കൈവിലങ്ങ് അണിയിച്ചതിൽ പോലീസ് കമ്മീഷണർ ആംഡ് പോലീസ് കമാൻഡന്റിനോട് വിശദീകരണം ചോദിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നിർബന്ധിക്കില്ല എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. ഖേൽക്കർ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഈ കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. ഡ്യൂട്ടിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ കയറാൻ വിസമ്മതിച്ച സൈനിക ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി ശരിവച്ചു. മതവിശ്വാസം പറഞ്ഞ് ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥൻ സൈന്യത്തിന് യോജിച്ചയാളല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സാമുവൽ കമലേശൻ നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. UDF പ്രചരണങ്ങൾക്ക് കരുത്തേകാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്ന വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കുമെന്ന് KPCC അറിയിച്ചു. രാവിലെ മലയിൻകീഴ്, ഉച്ചയ്ക്ക് ശേഷം കന്യാകുളങ്ങര, 4 മണിക്ക് കല്ലറ, 5 മണിക്ക് വർക്കല എന്നിവിടങ്ങളിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ യോഗങ്ങൾ. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.